സാധാരണ വെബിനാർ വഴിയാണ് കണ്ടക്ട് ചെയ്യുന്നത്. വെബിനാറിൽ കണ്ടക്ട് ചെയ്യുന്ന അതേ ഈക്വൽ സ്ട്രെങ്ത് നമുക്കിവിടെയും കാണാം. എന്തായാലും ഇന്നത്തെ ഈ ക്ഷണം സ്വീകരിച്ചിട്ട് ഇവിടെ വന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ വളരെ അപ്രതീക്ഷിതമായി ഒരു പേമാരി പോലെ നമ്മുടെ ജീവിതത്തിലേക്കെല്ലാം കടന്നു വന്ന ആ അസുഖം കോവിഡ്. ഇന്ന് ഞാൻ ഈ സദസ്സിലേക്ക് നോക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ എല്ലാ പ്രോത്സാഹനവും എല്ലാ സ്നേഹവും ഞങ്ങളെ ഇതുവരെയൊക്കെ വളർത്തിക്കൊണ്ടുവന്ന ഒരുപാട് ചില മുഖങ്ങൾ, ഇൻവെസ്റ്റേഴ്സ് നമുക്ക് നഷ്ടമായി എന്നുള്ള യാഥാർത്ഥ്യം ഞങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു. അതിനാൽ ഈ സെക്കൻഡ് സാറ്റർഡേ മീറ്റിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് വേണ്ടി നമ്മളൊരു 10 സെക്കൻഡ് മൗനം ആചരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇരിക്കുക. മീറ്റിങ്ങിലേക്ക് തുടങ്ങുകയാണ്. കൂടുതൽ ആമുഖമോ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അന്ന് കണ്ട അതേ കുറേ ആളുകളെയൊക്കെ നമുക്ക് കാണാം. പുതുതായിട്ട് കുറച്ച് മുഖങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പത്മനാഭനും രാജേന്ദ്രൻ സാറും കാർത്തിക്കും എല്ലാവരും അന്ന് കണ്ടതുപോലെ ഇന്ന് വീഡിയോയിൽ കാണുമ്പോൾ വീണ്ടും നമുക്ക് മനസ്സിലാവും. പുതുതായിട്ട് നമ്മളിനി അത് കണ്ടിന്യൂസ് ആയിട്ട് തുടങ്ങണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനു മുമ്പ് ഞങ്ങൾ ക്യാപ്സ്റ്റോക്സിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിയുന്നത് എല്ലാവരെയും ഞങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇല്ല എന്ന് തോന്നിയിട്ട് ജസ്റ്റ് ഒന്ന് കൈവെക്കാമോ? അറിയാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഓക്കെ, ഫൈൻ. ഇന്ന് തന്നെ അവരുടെ ലിസ്റ്റ് ഇപ്പോൾ എടുക്കുന്നതാണ്. ആരെങ്കിലും ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാനായിട്ട് ഒരുപാട് ഓക്കെ സാർ കണ്ടു ഒരുപാട് ഇൻഫർമേഷൻസ് ഒക്കെ ഞങ്ങൾ ഡെയിലി പാസ് ചെയ്യുന്നുണ്ട്. എനിവേ ഞങ്ങൾ ഇപ്പം ഒന്ന് കണക്കെടുത്ത് ഞങ്ങൾ ഓരോരുത്തരായിട്ട് അതിനകത്ത് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇന്ന് തന്നെ ആഡ് ചെയ്യുന്നതാണ്. ശരി, മീറ്റിങ്ങിലേക്ക് ഞാൻ പത്മനാഭനെ മീറ്റിങ്ങിലേക്ക് ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇപ്പോൾ നമുക്കെല്ലാം അറിയാവുന്ന പോലെ മാർക്കറ്റ് ഒരു ന്യൂ ഹൈയിലോട്ട് വന്നുകൊണ്ട് 21,000 ഹിറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇപ്പം ഇനി നോക്കുന്നത് ഒരു നെക്സ്റ്റ് ഒരു 3 to 4 months നല്ല റിട്ടേൺ കൊടുക്കാൻ സാധ്യതയുള്ള ഷെയർസാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് HDFC ബാങ്കാണ്. അപ്പോൾ നമുക്കറിയാം ലാസ്റ്റ് കുറച്ച് ദിവസമായിട്ട് ഒരു 6 months ആയിട്ട് HDFC ബാങ്ക് അണ്ടർ പെർഫോമൻസ് ആണ്. കാര്യം HDFC ബാങ്കിൻ്റെ മെർജർ വന്നതോടെ ഒരു സൈസ് വലുതായി, ഒരു ബിഗ് സൈസായി. അപ്പം മുമ്പത്തെ അത്ര ഒരു ഗ്രോത്ത് വരാൻ സാധ്യത കുറവാണെന്ന് പറഞ്ഞാണ് അതൊരു അണ്ടർ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. എപ്പോഴും മെർജറിൻ്റെ ഒരു ഫുൾ ബെനിഫിറ്റ് കിട്ടാൻ കുറച്ച് സമയമെടുക്കും. കാര്യം ആ ഫിസിക്കൽ മെർജർ വരണം. കാര്യം ഫിനാൻഷ്യൽ മെർജർ ആദ്യം നടക്കും, പിന്നെ ഫിസിക്കൽ മെർജർ എന്ന് പറയുമ്പോൾ ബ്രാഞ്ചസ് ഒക്കെ എഴുതിയിരിക്കും. ഇപ്പോൾ നമുക്ക് ഒരേ സ്ഥലത്ത് 2 ഓഫീസ് ഉണ്ടെങ്കിൽ അതൊന്നാവും. ഇപ്പോൾ SBIയുടെ നോക്കുകയാണെങ്കിൽ അവർ ആൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. കാര്യം നമുക്ക് കരമനയിൽ തന്നെ SBTയുടെ ഓഫീസ് ഉണ്ടെങ്കിൽ അവർ ഒരു ഓഫീസിലോട്ട് മാറി. അപ്പോൾ അങ്ങനെ ഒരുപാട് സേവിങ്സ് ആ ഒരു ഓപ്പറേഷൻസ് ലെവലിലൊക്കെ വരണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു അണ്ടർ പെർഫോമൻസ് നല്ല രീതിയിൽ ഉണ്ടായിരുന്ന HDFC ബാങ്ക്. വാല്യുവേഷൻ എപ്പോഴും നല്ല ഒരു റിച്ച് വാല്യുവേഷനിൽ ട്രേഡ് ചെയ്യുന്ന ഒരു ഷെയറാണ് HDFC ബാങ്ക്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു എക്കണോമിക് സിനാരിയോ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നല്ല ഗ്രോത്ത് ഉണ്ട്. പിന്നെ ഒരു അൺസർട്ടനിറ്റി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇലക്ഷൻ റിസൾട്ടൊക്കെ വന്നതോടെ ഈ എക്കണോമിക് റിക്കവറി നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്യുന്നതാണ് ഒരു എക്കണോമിസ്റ്റിൻ്റെ മാർക്കറ്റ് പാർട്ടിസിപ്പൻസിൻ്റെ നല്ലൊരു വ്യൂ. അപ്പോൾ അതിൻ്റെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ള ഒരു സെക്ടറാണ് ബാങ്കിങ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ വൺ ഓഫ് ദ നല്ല ബാങ്ക്സാണ് HDFC ബാങ്ക്. അതിൻ്റെ ഒരു അണ്ടർ പെർഫോമൻസ് മാറിയിട്ട് ഇപ്പോൾ കുറച്ച് റാലി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ലെവലിൽ HDFC ബാങ്ക് നമുക്ക് മേടിക്കാവുന്നതാണ്. പിന്നെ അതുമല്ല FIs വന്ന് നമുക്കറിയാം വളരെ കുറവായിരുന്നു അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഇപ്പോൾ ലാസ്റ്റ് കുറച്ച് ദിവസമായിട്ടാണ് FIs ബൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആണ് HDFC ബാങ്ക്. ഇപ്പോൾ FIsയുടെ ബൈയും കണ്ടിന്യൂ ആണെങ്കിൽ നല്ല രീതിയിൽ HDFC ബാങ്ക് ഇവിടെ നിന്ന് റാലി ചെയ്യുന്നതാണ്. നമുക്ക് ഈ ലെവലിൽ മേടിക്കാവുന്നതാണ്. സെക്കൻഡ് നോക്കുകയാണെങ്കിൽ ലൂപ്പിനാണ്. നമുക്കറിയാം US ഒരുപാട് ഡ്രഗ് ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ അടുത്ത വർഷവും US ഇലക്ഷൻ വരുന്നുണ്ട്, പ്രസിഡൻഷ്യൽ ഇലക്ഷൻ വരുന്നുണ്ട്. അപ്പം ഈ US FDA വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു ഒരു പ്രീ കോവിഡ് സമയത്തൊക്കെ. അപ്പം വളരെ ഇതായിരുന്നു. ഇപ്പോൾ കുറച്ച് റിലാക്സ്ഡ് ആണ് എങ്കിലും അവർ നല്ല ഇൻസ്പെക്ഷൻ നടക്കുന്നുണ്ട്.
അപ്പോൾ അവിടെ ഡ്രഗ് ഷോർട്ടേജ് ഒരുപാട് വരുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ഒരു 4-5 ഉള്ളൂ ഈ ജനറിക്സിൽ എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനീസ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കമ്പനിയാണ് ലൂപ്പിൻ. ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ നോക്കുകയാണെങ്കിൽ റിസൾട്ട് കുറച്ച് ആവറേജ് ആയിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് ക്വാർട്ടറിലൊക്കെ നല്ല റിസൾട്ടായിരുന്നു. അപ്പോൾ ഈ US-ൻ്റെ ഡ്രഗ് ഷോർട്ടേജ് കൊണ്ട് ഈ എക്സ്പോർട്സ് ലാസ്റ്റ് ഒരു 2 to 3 ഇയേഴ്സിന് നല്ല എക്സ്പോർട്സ് വരുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ലെവലിൽ നമുക്ക് മേടിക്കാവുന്നതാണ്. കാരണം ഒരു ജനറിക് എക്സ്പോർട്ട് ലെവൽ എന്നുള്ള രീതിയിൽ, കമ്പനി എന്നുള്ള രീതിയിൽ നമുക്ക് മേടിക്കാവുന്ന ഒരു കമ്പനിയാണ് ലൂപ്പിൻ. പിന്നെ തേർഡ് നമ്മൾ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്. നമുക്കറിയാം ഈ ഒരു ഗവൺമെൻറ് ഒരു ഏറ്റവും വലിയൊരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമായിരുന്നു ഈ ലോജിസ്റ്റിക്സ് ലോജിസ്റ്റിക് ഫ്രൈറ്റ് കോറിഡോറൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടി തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പം ഒരു ആസ് എ എക്കണോമി റിക്കവറി ആകുമ്പോൾ വൺ ഓഫ് ദ എക്കണോമി റിക്കവറി സെക്ടർ എന്ന് പറയുന്നത് ലോജിസ്റ്റിക്സ് ആയിരിക്കും. ബാങ്ക്സ്, ലോജിസ്റ്റിക്സ്, ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ കൺസ്ട്രക്ഷൻ, ഇതൊക്കെ അത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉള്ളത് ഈ ലോജിസ്റ്റിക്സ് ആണ്. അപ്പോൾ അതിൽ നല്ല റിക്കവറി വരാൻ സാധ്യതയുള്ള ഒരു ഷെയറാണ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ TCI എന്ന് പറയുന്നത്. ഇപ്പോഴും ഒരു ഹൈലി അണ്ടർവാല്യൂഡ് ആയിട്ടുള്ള ഷെയറാണ്. കാര്യം നമുക്ക് പുതിയ കൊറിയർ കമ്പനിയൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പം റീസെൻ്റായിട്ട് ലിസ്റ്റ് ചെയ്ത ഡെലിവറി അതുപോലത്തെ കൊറിയർ അതുപോലത്തെ കമ്പനിയൊക്കെ ഹൈ വാല്യൂഷനിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോഴും ഒരു റീസണബിൾ ഒരു ബിലോ 19 P-യിലൊക്കെയാണ് ട്രേഡിങ് നടക്കുന്നത്. അപ്പോൾ അതിൽ നല്ലൊരു ഷെയറാണ് TCI, നമുക്ക് മേടിക്കാവുന്നതാണ്. നമ്മളിത് 1 year ടാർഗറ്റാണ്. കാര്യം നമ്മൾ കഴിഞ്ഞ മാസം ദീപാവലി പിക്കിൽ ദീപാവലി പിക്ക് നമ്മൾ കൊടുക്കുന്ന 1 year വ്യൂ ആണ്. 1 year വ്യൂവിലാണ് നമ്മളത് കൊടുത്തിരിക്കുന്നത്. എങ്കിലും ഷോർട്ട് ടൈമിൽ നല്ല ഒരു റൈസ് കിട്ടുന്നതാണ്. ഈ ലെവലിൽ നമുക്ക് മേടിക്കാവുന്നതാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ അനദർ ഒരു അണ്ടർ പെർഫോമിംഗ് സെക്ടറായിരുന്നു IT കമ്പനീസ്. ജനറലി ലാർജ് ക്യാപ്സൊക്കെ വളരെ അണ്ടർ പെർഫോമൻസ് ആയിരുന്നു. ഇപ്പോൾ മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ കോവിഡ് സമയത്ത് 2001 ഏറ്റവും കൂടുതൽ റിട്ടേൺ കൊടുത്തത് IT കമ്പനീസ് ആയിരുന്നു. പക്ഷേ ലാസ്റ്റ് 2022 ഹാഫും 23-ലും ഹൈലി അണ്ടർ പെർഫോംഡ് ആണ്. അപ്പോൾ അതിലൊരു ഷെയറാണ് സെൻസാർ ടെക്. ഇവർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള എമർജിങ് സെക്ടേഴ്സിൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയ ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ഒരു ക്വാർട്ടറോടെ എടുക്കും. പക്ഷേ അത് നല്ല രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു നല്ല ഏർണിങ്സ് ഗ്രോത്ത് പ്രതീക്ഷിക്കുന്നതാണ്. പൊതുവെ IT നല്ലൊരു റിക്കവറി വരുന്നുണ്ട്. ലാസ്റ്റ് ഒരു 1 വീക്കായിട്ട് IT-യിൽ നല്ല ബൈങ് വരും. ഇന്നലെയൊക്കെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് കുറച്ച് സബ്ഡ്യൂഡ് ആണെങ്കിലും IT ഷെയർസൊക്കെ നല്ല റൈസിങ് ആയിരുന്നു, പെർഫോമിംഗ് ആയിരുന്നു. അപ്പോൾ നമുക്കൊരു IT കമ്പനിയിൽ ഒരു മിഡ് ക്യാപ്പ് IT എന്നുള്ള രീതിയിൽ സെൻസാർ ടെക് മേടിക്കാവുന്നതാണ്. പിന്നെ ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ ബാൽമർ ലോറി എന്ന് പറഞ്ഞാണ് ഗവൺമെൻറ്റിന് സ്റ്റേക്കുള്ള ഒരു കമ്പനിയാണ്. ഗവൺമെൻറ് അത് വിൽക്കാൻ നോക്കുന്നുണ്ട്. അതുമല്ല ഹൈലി ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. കഴിഞ്ഞ വർഷത്തെ നല്ല റിസൾട്ടും ആണ്. അപ്പോൾ അതും ഒരു ഹൈലി അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള ഒരു ഷെയറാണ്. കാര്യം എല്ലാ രീതിയിലുള്ള പ്രോഡക്ട്സ് അവർക്ക് ഉണ്ട്. ഡൈവേഴ്സിഫൈഡ് ആയിട്ട് പ്രോഡക്ട്സ് ഉണ്ടായിട്ടും ഏകദേശം ഒരു 15 P-യിലൊക്കെ ട്രേഡിംഗ് നടക്കുന്നുണ്ട്. നമ്മളതും ഇതിന് മുമ്പ് ഒരിക്കൽ ഇതിൽ റെക്കമെൻഡ് ചെയ്തു. പക്ഷേ ഇപ്പോൾ റാലി ഉണ്ട്. 192 ആണ് ഫസ്റ്റ് ടാർഗറ്റ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോഴും നമുക്ക് മേടിക്കാവുന്നതാണ്. ഫസ്റ്റ് ടാർഗറ്റ് 192 ആണ്. നല്ലൊരു റാലി നെക്സ്റ്റ് ക്വാർട്ടർ റിസൾട്ടോടെ ഉണ്ടെങ്കിൽ ഇവിടെ നല്ല രീതിയിൽ റീറേറ്റ് ചെയ്ത് നല്ലൊരു റിട്ടേൺ കിട്ടുന്നതാണ്. ബാൽമർ ലോറിയിലും നമുക്ക് മേടിക്കാവുന്നതാണ്. കഴിഞ്ഞ മാസം റെക്കമെൻഡേഷൻ നമ്മൾ എടുത്തില്ല. കാര്യം നമ്മൾ 1 year വ്യൂവിൽ ദീപാവലി പിക്കാണ് കഴിഞ്ഞ നവംബറിൽ കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് എടുത്തില്ല. ഇതാ ഈ മാസത്തെ റെക്കമെൻഡേഷൻസ്. താങ്ക് യു. അടുത്ത ടെക്നിക്കൽസിനെ കുറിച്ച് സംസാരിക്കാൻ സാറിന് ജയകാന്താണ് നേരത്തെ വന്ന ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞത്. ജയകാന്ത് ഞങ്ങളുടെ വൈസ് പ്രസിഡൻ്റാണ്. എൻ്റെ കൂടെ 25 years ആയിട്ട് വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഞാൻ ജയകാന്തിനോട് പറഞ്ഞു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയണമെന്ന് പറഞ്ഞ് പുള്ളി വിട്ടുപോയി. അതുകൊണ്ട് പറയുകയാണ്. അപ്പോൾ ജയകാന്ത് പറഞ്ഞ പോലെ കോവിഡിന് ശേഷം ഏകദേശം 4 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മളെല്ലാവരും മീറ്റ് ചെയ്യുന്നത്. ഞാനിവിടെ വന്ന് പഴയ ക്ലയൻസിനെ എല്ലാവരുടെയും കണ്ടപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഉള്ളുകൊണ്ട് മനസ്സ് നിറഞ്ഞുപോയി. അത് ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണ് എല്ലാവരെയും കാണുന്നത്. വളരെ റെയറായിട്ട് ചില ആൾക്കാർ ഓഫീസിൽ വരാറുണ്ട്. വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ എന്നെ ഒന്ന് മീറ്റ് ചെയ്യാറുണ്ട്. എന്നാലും എല്ലാ ആൾക്കാരെയും നമ്മൾ എല്ലാ മാസവും കണ്ടുകൊണ്ടിരുന്നത്. നമ്മളിതിപ്പം ഒത്തിരി ആൾക്കാരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മളിങ്ങനെ ഒരു ഇത് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ റെസ്പോൺസ് കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾ ഡിസൈഡ് ചെയ്ത് ഇനി എല്ലാ മാസവും നമ്മൾ നേരത്തെ കണ്ടക്ട് ചെയ്തതുപോലെ തന്നെ ഫേസ് ടു ഫേസ് ആയിട്ടുള്ള ഇതുപോലൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാമെന്നുള്ളത് തീരുമാനിച്ചു. അപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫെബ്രുവരി മാർച്ച് 2020-ലാണ് ശരിക്കും കോവിഡ് നമുക്ക് നമ്മുടെ ഇന്ത്യ ഒട്ടാകെ പകർന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അന്നത്തെ ആ 2020 മാർച്ചിലാണ് ഒരു കംപ്ലീറ്റ് ഷട്ട് ഡൗൺ ഉണ്ടായത്. അന്നാണ് മാർക്കറ്റ് ഏറ്റവും ലോവസ്റ്റ് ലെവലിലേക്ക് വന്നത്. ഇത് 12,400 ഉണ്ടായിരുന്ന നിഫ്റ്റി
ഒരു ഫെബ്രുവരിയിലൊക്കെ ഒരു 2 മാസം കൊണ്ട് 7500 വരെ വന്നു. ഇറ്റ് മീൻസ് അറൗണ്ട് 5000 പോയിന്റ് ഇറ്റ് ഫെൽ വിത്തിൻ എ മാറ്റർ ഓഫ് 2-3 മന്ത്സ്. ഈ 7500 ആൾക്കാർ പാനിക്കായിട്ട് വിൽക്കരുത്. കാരണം നമുക്കറിയില്ല ഈ കോവിഡ് എന്നൊരു മഹാമാരി വന്നു, എന്താ സംഭവിക്കാൻ പോകുന്നത്, കംപ്ലീറ്റ് ലോക്കൗട്ടായി പോകും, നമ്മുടെ ഇൻഡസ്ട്രിയെല്ലാം നശിച്ചു പോകുന്നുള്ള ആൾക്കാർ പാനിക്കായിട്ട് അന്ന് സെല്ല് ചെയ്തായിരുന്നു. പക്ഷേ ആ മാർച്ചിൽ വന്ന 7500 ആയിരുന്നു ലോ. ഞാനെപ്പോഴും പറയുന്ന പോലെ മാർക്കറ്റ് എപ്പോഴും അഡ്വാൻസ് ആയിട്ട് എല്ലാ ഇവൻറ്റ്സും ഡിസ്കൗണ്ട് ചെയ്യും. ദാറ്റ് മീൻസ് മാർക്കറ്റ് എന്ന് വെച്ചാൽ ഈ ഫ്യൂച്ചറിൽ എന്താ നടക്കാൻ പോകുന്നുള്ള മാർക്കറ്റ് എല്ലാവരും ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ കോവിഡ് വന്നപ്പോഴത്തേക്ക് എല്ലാവരും അയ്യോ കോവിഡിനെ പേടിച്ച് കംപ്ലീറ്റ് പോർട്ട്ഫോളിയോസ് വിറ്റ ആൾക്കാർ എനിക്കറിയാം. പക്ഷേ അതായിരുന്നു ലോവസ്റ്റ്. അവിടെ നിന്ന് ഗ്രാജുവലായിട്ട് മാർക്കറ്റ് കയറുകയായിരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 7500 നിന്ന് ഇന്നലത്തെ 21,000 വരെ മാർക്കറ്റ് കയറി. ദാറ്റ് മീൻസ് ഒരു 3 years and 9 months കൊണ്ട് മാർക്കറ്റ് ഏകദേശം ഒരു 3 ഇരട്ടി കയറി. അപ്പോൾ ഇപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ റാലി ഒരുപാട് പേര് ഒരു മിസ് ചെയ്തിട്ടുണ്ട്, ഇല്ലാതെ ഞാൻ പറയുന്നില്ല. ആ കോവിഡ് കാലത്ത് വിറ്റ ആൾക്കാരെല്ലാം സബ്സിക്വൻ്റ് ആയിട്ടൊക്കെ മേടിക്കുകയൊക്കെ ചെയ്തു. എന്നാലും ഇത്രയും ഒരു റൈസ് പെട്ടെന്ന് ആരും എക്സ്പെക്റ്റ് ചെയ്തില്ല. നമ്മളിപ്പോൾ റീസെൻ്റായിട്ട് ഒരു മാർക്കറ്റ് വന്നത് ഒരു 18,850 വരെ ഒരു ബോട്ടം ലെവലിൽ മാർക്കറ്റ് വന്നിട്ടാണ് ഈ ഒരു മാസം കൊണ്ട് ഏകദേശം ഒരു 1200 പോയിൻ്റ് നമ്മൾ കയറിയത്. ആ കയറാനായിട്ട് മെയിനായിട്ട് സഹായിച്ചത് ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് BJP ഉദ്ദേശിച്ചതിനെക്കാട്ടി നല്ല രീതിയിൽ ഒരു 3 സ്റ്റേറ്റ്സിൽ വന്നപ്പോഴത്തേക്ക് ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു ധൈര്യമായി ഇപ്പോൾ ഉള്ള പോളിസീസിനൊക്കെ ഒരു കണ്ടിന്യൂറ്റി കിട്ടുമെന്നും അടുത്ത ഇലക്ഷൻ ഐ തിങ്ക് ഇറ്റ് വിൽ കം ഇൻ മെയ്. ഐ തിങ്ക് ഇലക്ഷന് തീർച്ചയായിട്ടും BJP വരുമെന്നുള്ള ഒരു ഉറപ്പ് വന്നു കഴിഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ ഇപ്പോൾ കാണുന്ന റാലി അടുത്ത ഇലക്ഷന് BJP വരുമ്പോൾ എന്താണ് ഒരു റാലി ഉണ്ടാവേണ്ടത്, ആ റാലിയാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇപ്പം മാർക്കറ്റ് ഈസ് ഓൾറെഡി ഡിസ്കൗണ്ട് ദാറ്റ് BJP ഈസ് ഗോയിങ് ടു കം ടു പവർ. അപ്പോൾ അന്ന് BJP വന്ന് പോസിറ്റീവ് ഇലക്ഷൻ ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ മാർക്കറ്റ് കയറിയെന്നിരിക്കില്ല, ചിലപ്പോൾ കറക്റ്റ് ചെയ്യുന്നിരിക്കും. അപ്പോൾ എല്ലാവരും അയ്യോ BJP വന്നിട്ട് എന്താ മാർക്കറ്റ് കയറാത്തതെന്ന് ചോദിക്കും. BJP വന്നു എന്നുള്ള അസംഷനിലാണ് മാർക്കറ്റ് കയറുന്നത്. അതിനൊരു ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല വേറെ ഇനി ഒരു സാധ്യതയ്ക്ക് വേറൊരു ഓൾട്ടർനേറ്റീവ് ഒരു ഗവൺമെൻറ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ BJP വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള പോളിസീസിനൊക്കെ ഒരു കണ്ടിന്യൂറ്റി കിട്ടും. അതുകൊണ്ട് മാർക്കറ്റ് നല്ല രീതിയിൽ ഇപ്പം എല്ലാവരുടെയും ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഇത്രയും കയറി. മാർക്കറ്റ് കയറുന്ന സമയത്ത് പല ആൾക്കാരും വാങ്ങുന്നില്ല, പേടിച്ച് മാറി നിന്നു. മാർക്കറ്റ് ഇത്രയും കയറി പല ആൾക്കാരും ചോദിക്കുന്നത് ഇനി എപ്പോഴാണ് കറക്ഷൻ വരുന്നത് എന്നുള്ളതാണ്. അതാണ് മെയിൻ ക്വസ്റ്റ്യൻ. മാർക്കറ്റ് ഇനി എത്രത്തോളം കയറും എന്നുള്ള ഓൾറെഡി കയറി കഴിഞ്ഞു എന്നുള്ള ഒരു അസംഷനിലാണ്. അപ്പോൾ എനിക്കിത് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ 2002-03 മുതൽ സെൻസെക്സിൻ്റെ ഏർണിങ്സ് ഞങ്ങൾ ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഈ സെൻസെക്സിൻ്റെ ഏർണിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ സെൻസെക്സിനകത്ത് 30 ഷെയർസാണുള്ളത്. ഈ 30 ഷെയർ എന്ന് പറയുന്നത് എല്ലാ ഇൻഡസ്ട്രിയെയും റെപ്രസെൻ്റ് ചെയ്യുന്ന ഏറ്റവും മികച്ച ഷെയറുകളാണ് ഈ സെൻസെക്സിലുള്ളത്. അപ്പോൾ അതെന്താ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ മാർക്കറ്റ് കയറുമോ ഇറങ്ങുമെന്ന് അറിയാനായിട്ടാണ് നമുക്ക് സെൻസെക്സ്. അപ്പോൾ ഏത് സെക്ടർ കയറി കഴിഞ്ഞാലും അത് സെൻസെക്സിൽ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഈ സെൻസെക്സിൻ്റെ ഏർണിങ്സ് എന്ന് പറയുന്നത് ദി കമ്പൈൻഡ് ഏർണിങ്സ് ഓഫ് 30 ഷെയർസ് കംപ്രൈസ്ഡ് ഇൻ ദ സെൻസെക്സ്. എന്ന് വെച്ചാൽ സെൻസെക്സിനകത്തുള്ള 30 ഷെയർസിൻ്റെ ഏർണിങ്സ്, ആ ഏർണിങ്സ് എടുത്തിട്ട് അതേ വെയിറ്റേജിൽ നമ്മൾ വച്ചിട്ടാണ് സെൻസെക്സിൻ്റെ ഏർണിങ്സ് കാണുന്നത്. അപ്പോൾ സെൻസെക്സിൻ്റെ ഏർണിങ്സ് 10% കയറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറോളായിട്ട് ഇൻഡസ്ട്രിയിലുള്ള കമ്പനികളുടെ കമ്പൈൻഡ് ഏർണിങ്സ് ഹസ് ഗോൺ അപ്പ് ബൈ 10%. ഓക്കെ, അപ്പം ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ഏർണിങ്സ് കൂടുതലെന്ന് പറയുന്നത് 2003 മുതൽ 2007 വരെയുള്ള പീരീഡിലാണ്. അന്ന് സെൻസെക്സ് ഏർണിങ്സ് കമ്പൈൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത് ഇറ്റ് റോസ് ടു 20% ആദ്യം വന്നു, പിന്നെ 25%, 27%, 26%, അങ്ങനെ 4-5 വർഷം കൊണ്ട് 25-26% സെൻസെക്സ് അന്ന് ഗ്രോ ചെയ്തു. അതിൻ്റെ ഫലമായിട്ടാണ് 2003 3000 ആയിരുന്ന സെൻസെക്സ് ബൈ 2007 January it came to 21,000. That is, in around 4 or 5 years, the Sensex multiplied by 7 times. 2003 3000 ആയിരുന്ന സെൻസെക്സ് ആണ് 2007 21,000 ആയത്.
അപ്പോൾ നമ്മളിപ്പോൾ പറയുമ്പോൾ സെൻസെക്സ് ഇപ്പം 60,000, ഇപ്പം നമ്മളെപ്പോഴും നിഫ്റ്റിയാണ് നോക്കുന്നത് 60,000 ഒക്കെ. അപ്പോൾ നമ്മൾ പറയും സെൻസെക്സ് 1 ലക്ഷമോ രാജ്യത്തിന് എന്താ പറയുന്നത്? സെൻസെക്സ് 1 ലക്ഷം എങ്ങനെ അടിക്കുന്നത്? ഇപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ. ഇപ്പോൾ ഉള്ള കമ്പനീസ്, സെൻസെക്സ് ഉള്ള കമ്പനീസിൻ്റെ ഷെയർസിൻ്റെ വാല്യൂ ഡബിളായാൽ തന്നെ സെൻസെക്സ് 1,20,000 1,30,000 പോകും. അന്ന് സെൻസെക്സ് 7 ഇരട്ടിയായി. ഇപ്പം നമ്മൾ സെൻസെക്സ് 1 ഇരട്ടിയോ 2 ഇരട്ടി ആവും, നമ്മൾ 7 ഇരട്ടി ആവും എന്നല്ല ഞാൻ പറയുന്നത്. അപ്പം അതേപോലെയാണ്. അപ്പം ഈ മാർക്കറ്റ് കയറുന്നത് ശരിക്കും ഗ്രോത്ത്, കമ്പനികളുടെ പ്രോഫിറ്റബിലിറ്റിയുടെ ഗ്രോത്തിൻ്റെ ബേസിലാണ് കാണുന്നത്. ഇപ്പോൾ 2007 ആയപ്പോഴത്തേക്ക് ഈ 25% ഗ്രോത്ത് എന്നുള്ളത് ഇറ്റ് കെയിം ഡൗൺ ടു 17%. അതിനുശേഷം നമുക്കറിയാം സബ്പ്രൈം ലോൺ ഇഷ്യൂസ് US വന്നു, ഇവിടെ പല പ്രശ്നങ്ങളായി. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് 21,000 ഇറ്റ് ക്രാഷ് ടു അറൗണ്ട് 8,500 or 9,000. അതിനുശേഷം 2008 ക്രാഷിന് ശേഷം പിന്നെ സെൻസെക്സ് തിരിച്ച് ആ ലെവൽ എത്താനായിട്ട് 6 വർഷം എടുത്തു. 2014-15 പിന്നെ സെൻസെക്സിൽ ഒരു റാലി ഉണ്ടായിരുന്നത്. ആ പീരീഡിലെല്ലാം ഞങ്ങൾ അനലൈസ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് നേരത്തെ 25%, 26% ഏർണിങ്സ് ഉണ്ടായിരുന്ന സെൻസെക്സിൻ്റെ ഏർണിങ്സ് പിന്നീട് 9%, ചില വർഷം ഫ്ലാറ്റ് ആയിരുന്നു, ചില വർഷം 10%, 12%. അതിൽ കൂടുതൽ സെൻസെക്സ് 2008 ശേഷം ഇതുവരെ ഏർണിങ്സ് വന്നിട്ടില്ല. പിന്നെ സെൻസെക്സിൻ്റെ ഏർണിങ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മോശപ്പെട്ട പീരീഡിൽ, ദാറ്റ് ഈസ് ആ കോവിഡ് ടൈമിൽ 2020-21 പോലും സെൻസെക്സിൻ്റെ ഏർണിങ്സ് 10% ഉണ്ടായിരുന്നു. ആ കോവിഡ് ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത്, വേൾഡിൽ മുഴുവൻ റിസഷൻ 2008 വന്ന സമയത്തും വെൻ GDP വാസ്, അവിടുത്തെ GDP ഇപ്പം എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ റഷ്യയുടെ GDP എല്ലാം 21% നെഗറ്റീവ് ഗ്രോത്ത് ആയിരുന്ന സമയത്ത് പോലും ഇന്ത്യ വാസ് ദി ഒൺലി കൺട്രി വിച്ച് സ്റ്റുഡ് ഔട്ട് ഇൻ ദ ഹോൾ വേൾഡ്. നമ്മുടെ ഏർണിങ്സ് നെഗറ്റീവിലേക്ക് പോയിട്ടില്ല. മേ ബി വി ആർ ഗ്രോയിങ് അറ്റ് 24% ആൻഡ് 16% നമ്മുടെ ഏർണിങ്സ് ശരിക്കും പറഞ്ഞാൽ അന്ന് ഫ്ലാറ്റ് ആയിരുന്നു, നെഗറ്റീവായിട്ട് പോയിട്ടില്ല. ബട്ട് നൗ വാട്ട് വി ആർ സേയിങ് ഈസ് ആഫ്റ്റർ കോവിഡ് കഴിഞ്ഞിട്ട് അടുത്ത വർഷം ഏർണിങ്സ് ഗ്രോത്ത് ഇപ്പോൾ 2020-21 ഇറ്റ് വാസ് അറൗണ്ട് 13%. അത് കഴിഞ്ഞിട്ട് 2021-22 ഏർണിങ്സ് വെൻ്റ് അപ്പ് ടു 25%. ഈ 25% ഏർണിങ്സ് നമ്മൾ 2003 മുതൽ ആ ബുൾ റണ്ണിലുണ്ടായിരുന്ന ഏർണിങ്സാണ്. പക്ഷേ അതിന് വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു, ആ കോവിഡ് ടൈമിൽ എല്ലാം മോശപ്പെട്ട ഏർണിങ്സ് ആയിരുന്നു. അപ്പം അത് റിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് 25% ഏർണിങ്സ് വന്നത്. അവർ കമ്പനീസ് ആർ ഡൂയിങ് എക്സ്ട്രീംലി വെൽ. അപ്പോൾ അതുകൊണ്ട് ഈ വർഷത്തെ ഏർണിങ്സ് പലരും പറയുന്നൊരു 23-25% വരെ എത്തും. ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഗോയിങ് ബൈ 15%. ഇപ്പോൾ നമ്മളൊരു ഫോർവേഡ് ഏർണിങ്സ് എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു ഫോർവേഡ് ഏർണിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രേഡിങ് ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഏർണിങ്സ് ആണ്. അപ്പോൾ നമ്മളിപ്പം ഏർണിങ്സ് 10% അല്ലെങ്കിൽ 20% എടുക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും ഫോർവേഡ് ഏർണിങ്സ് വെച്ചിട്ടാണ് വാല്യുവേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അടുത്ത ഒരു വർഷം കഴിഞ്ഞിട്ട് എന്ത് ഏർണിങ്സ് ഉണ്ടാവും അത് നേരത്തെ മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് നമ്മളെ PE റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ PE റേഷ്യോ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയായിരിക്കും. നമ്മളെപ്പോഴും PE നോക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാർക്കറ്റിൻ്റെ ഓവറോളായിട്ടുള്ള വാല്യുവേഷനാണ് പ്രൈസ് ബൈ ഏർണിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏർണിങ്സ് 10 ആണ്, പ്രൈസ് 100 ആണെന്നുണ്ടെങ്കിൽ P/E റേഷ്യോ വിൽ ബി 10. അപ്പോൾ അതേ ഏർണിങ്സ് ഉള്ളൊരു കമ്പനിക്ക് പ്രൈസ് 20 ആണെന്നുണ്ടെങ്കിൽ PE റേഷ്യോ വിൽ ബി 200 ആണെങ്കിൽ 20 വരും. അപ്പം ഹയർ PE റേഷ്യോ മീൻസ് ദ മാർക്കറ്റ് ഈസ് ഓവർ വാല്യൂഡ്. ദ ലോവർ ദ PE റേഷ്യോ മാർക്കറ്റ് ഈസ് അണ്ടർ വാല്യൂഡ്. അപ്പോൾ മാർക്കറ്റ് എത്ര അണ്ടർ വാല്യൂഡ് ആയെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ആ കോവിഡ് ടൈമിലൊക്കെ മാർക്കറ്റ് came down to as low as 11 or 12 PE. 12 PE എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ ലോങ് ടേമിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇറ്റ്സ് ഓൺ എ ലോവർ സൈഡ്. ഓക്കെ, ആ 12 PE മാർക്കറ്റ് 7,500 ഇപ്പോൾ മാർക്കറ്റ് 21,000 ആയിട്ടും വി ആർ സ്റ്റിൽ അറ്റ് ഉള്ളി അറൗണ്ട് 21 PE. 21 PE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ ഒരു വാല്യുവേഷൻ അല്ല, എക്സ്പെഷ്യലി ഫോർ എ ഗ്രോയിങ് കമ്പനി ലൈക്ക് ഇന്ത്യ. അപ്പോൾ 21 PE എന്ന് പറയുന്നത് 1 ഇയർ ഫോർവേഡ് PE ഇപ്പോഴത്തെ PE ആണ്. ആൻഡ് ഇഫ് യു ടേക്ക് 1 ഇയർ ഫോർവേഡ് PE ഇറ്റ് ഈസ് ഓൺലി 19 റീസണബിൾ വാല്യുവേഷൻ ആണ്. ഇപ്പോൾ 2008 മാർക്കറ്റ് ക്രാഷ് ചെയ്ത സമയത്ത് നമ്മുടെ PE റേഷ്യോ അറൗണ്ട് 30 ജസ്റ്റ് ഫോർ കമ്പാരിസൺ. പിന്നെ അർഷദ് മേത്തയുടെ കാലത്ത് PE റേഷ്യോ 57. കേത്തൻ ബേഗിൻ്റെ കാലത്ത് PE റേഷ്യോ വെൻ്റ് അപ്പ് ടു 54. അതെല്ലാം ബബിൾ വാല്യുവേഷൻ ആണ്. നൗ വി ആർ അറ്റ് റീസണബിൾ വാല്യുവേഷൻ around 19 to 20 PE.
ആൻഡ് കൺസിഡറിങ് അവർ ഗ്രോത്ത് ഇത് വളരെ ഒരു നല്ലൊരു വാല്യൂഷൻ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നു മാർക്കറ്റ് കയറി ഇനി നമ്മൾ വാങ്ങണോ, ഇത്രയും കയറിയ മാർക്കറ്റ് നമ്മൾ കയറി മേടിച്ചിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ഉള്ളൊരു ഫീലിംഗ് ആണ്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് അന്ന് മുതൽ ഇന്ന് വരെ ഇത്രയും കയറിയിട്ടുണ്ടെങ്കിലും അതനുസരിച്ച് നമ്മുടെ കമ്പനികളുടെ ഏർണിങ്സ് ഗ്രോത്ത് ഉണ്ട്. അതുകൊണ്ട് മാർക്കറ്റിൻ്റെ ഓവറോൾ വാല്യുവേഷൻ അത്രയ്ക്ക് കൂടിയിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ഒരു ഇപ്പം ഈ 24% എന്നുള്ളത് ഇപ്പോൾ ആൾക്കാർ പറയുന്നത് വെച്ചാൽ നൗ വി ആർ ഗോയിങ്, ഇപ്പോൾ കഴിഞ്ഞ വർഷം 11%, ഇനി ഈ വർഷം ഏർണിങ്സ് ആർ ബെറ്റർ, ഏർണിങ്സ് ഒരു 24 25% അല്ലെങ്കിൽ 15% ആണെങ്കിൽ പോലും ആഫ്റ്റർ 2008 ഇറ്റ് നെവർ വെൻഡ് അപ്പ് അബൌട്ട് 10-11%. അപ്പോൾ 15% ഏർണിങ്സോ 20% ഏർണിങ്സ് 25% ഏർണിങ്സ് അടുത്തൊരു 4-5 വർഷം വരികയാണെന്നുണ്ടെങ്കിൽ I feel that there will be a repeat of what happened in 2003 where the market multiplied by 7 times. അങ്ങനെ പോയില്ലെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് എത്രയെന്ന് ഞാൻ ഫിഗർ പറയുന്നില്ല, ഒരുപാട് മുകളിലോട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ പറയാനുള്ള ഒരുപാട് മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പ് ഷെയർസൊക്കെ വളരെമായിട്ട് ഇത് മാനിപ്പുലേഷൻ നടത്തിയും വളരെ ഹൈ പ്രൈസ്ഡ് ഒന്നുമില്ലാത്ത ഷെയർസ് 10 രൂപ കിടന്നത് 100-200 രൂപയ്ക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മേടിക്കുമ്പോഴത്തേക്ക് വി ഷുഡ് നോട്ട് ഗോ ഫോർ സ്റ്റോക്സ്. നമ്മൾ സെക്ടേഴ്സ് നോക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പവർ സെക്ടർ, പവർ എന്ന് എഴുതി കാണിക്കുന്ന എല്ലാ സാധനവും കയറുകയാണ്. ഗ്രീൻ പവർ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്നത് ഇലക്ട്രിക് പവറോ അല്ലെന്നുണ്ടെങ്കിൽ വിൻഡ് എനർജി എന്ന് പറയുന്നത് നമ്മൾ ഫ്യൂച്ചറിലുള്ള പവർ, അത് പേരുണ്ടെങ്കിൽ വിൻഡ് എനർജി എന്ന് പേരുള്ള ഷെയർസ് ഉണ്ടെങ്കിൽ അതെല്ലാം കയറിയിട്ടുണ്ട്. അതിനൊന്നും വലിയ ജസ്റ്റിഫിക്കേഷൻ ഇല്ലാതെയാണ് കയറുന്നത്. ഫോർ എ സ്പെക്കുലേറ്റീവ് തിങ് ഒരു സാധനം കയറുകയാണെങ്കിൽ നമുക്ക് കയറിയിട്ട് അത് മേളിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് വിറ്റിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാം. വി ക്യാൻ മേക്ക് മണി. ബട്ട് ഫോർ എ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്, ഫോർ എ നിമ്പിൾ ഇൻവെസ്റ്റർ യു ക്യാൻ ഡു ഓൾ ദീസ് തിങ്സ്. അത് ലോങ് ടേം ഇൻവെസ്റ്റർ സാധാരണ എന്താ ചെയ്യുന്നത്, ഒരു 50 രൂപയ്ക്ക് സാധനം മേടിച്ചാൽ 100 രൂപ ആകുമ്പോഴത്തേക്ക് ഇനിയും കയറുമെന്ന് വെച്ചിട്ട് ചിലപ്പോൾ അത് 100 രൂപയിൽ താഴെ 80 രൂപ ആകുമ്പോഴത്തേക്ക് 100 രൂപ ഉണ്ടായിരുന്നതാണ്, ഇനി 80 രൂപയ്ക്ക് എങ്ങനെ വിൽക്കുമെന്ന് ആൾക്കാർ ഹോൾഡ് ചെയ്യും. പിന്നെ അത് 50 രൂപ ആവും, ചിലപ്പോൾ 30 രൂപ, എന്നാലും ആൾക്കാർ വിൽക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വി ഷുഡ് സീ ദാറ്റ് പ്രോഫിറ്റ് വരുമ്പോഴത്തേക്ക് നമ്മൾ ബുക്ക് ചെയ്യണം. എപ്പോഴും വേണമെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഓവർ വാല്യുവേഷന് ഒരു ഇത് വരാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ എല്ലാവരും ജയിക്കുന്ന കണക്ക് ഒരു കറക്ഷൻ വന്നാൽ മാർക്കറ്റ് എത്ര വരെ കറക്റ്റ് ചെയ്യാമെന്നുള്ള എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഇപ്പോൾ നമ്മളൊരു 18,850 എന്നാണ് മാർക്കറ്റ് കയറിയിരിക്കുന്നത്. 18,850 വി ഹാവ് കം ടു 21,000. ഇപ്പോൾ ശകലം ഒരു ലോങ് ടേമിൽ കുറച്ച് ഒരു ഓവർ വാല്യൂഷനിൽ നിൽക്കുകയാണ്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് മേ കം ടു 20,200 ലെവൽസ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ളതിനെക്കാട്ടി ഏകദേശം ഒരു 900 പോയിൻറ്റ്സ് താഴെ വരാം. അതിന് താഴെ വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അപ്പോൾ കറക്ഷൻ വന്നിട്ട് വാങ്ങാമെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ ഇത് അവരാരും ഒരിക്കലും വാങ്ങിക്കില്ല. വേറെ കറക്ഷൻ വരുമ്പോഴത്തേക്ക് പേടിച്ചിട്ട് അയ്യോ മാർക്കറ്റ് ഇനിയും താഴെ പോകുമെന്ന് വെച്ചിട്ട് പേടിച്ച് മാറി നിൽക്കും. നമ്മൾ നല്ല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സെൻസെക്സ് അല്ലെങ്കിൽ നിഫ്റ്റി ഓൾ ടൈം ഹൈ ആയിട്ട് ഇരിക്കുന്നതിൽ ഈ സെൻസെക്സിനകത്തുള്ള ഹെവി വെയ്റ്റ്സ് പലതും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. ഫോർ എക്സാമ്പിൾ HDFC ബാങ്ക്, റിലയൻസ് ഇൻഡസ്ട്രീസ് HDFC ബാങ്കും ഒക്കെ അണ്ടർ പെർഫോമൻസ് ആയിരുന്നു. ഈ HDFCയും കൂടെ മെർജ് ചെയ്തു, അതിനുശേഷം റിലയൻസും കൂടെ നമ്മൾ ചേർത്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് 25% വെയിറ്റേജ് ഇൻ ദ സെൻസെക്സ്. അപ്പോൾ ഈ 2 ഷെയർ മാത്രം കയറിയ, ഇപ്പോൾ ഈ 2 ഷെയർസും ഇപ്പോൾ റീസെൻ്റായിട്ട് കയറി, അതിൻ്റെ ഒരു മൊമെൻറ്റത്തിലാണ് മാർക്കറ്റ് എല്ലാം കയറിയിരിക്കുന്നത്. ബട്ട് ദേ ഹാവൻ റീച്ച് ദർ ഓൾ ടൈം ഹൈ. ബോത്ത് ആർ അറൌണ്ട് 10% ബിലോ ദ ഓൾ ടൈം ഹൈ. അപ്പോൾ സപ്പോസ് ഈ ഷെയർസ് ആർ ഗോയിങ് ടു ക്രോസ് ഓൾ ടൈം ഹൈ, ഈ 21,000 എന്നുള്ളത് ഈസി ആയിട്ട് 23,000 24,000 ഒക്കെ ആകാനുള്ള ചാൻസസ് ഉണ്ട്. പെർഫോം ചെയ്യാത്ത സെക്ടേഴ്സ് ഞാൻ പറഞ്ഞ IT സെക്ടർ, ഇൻഫോസിസ്, TCS, ഇതിനൊക്കെ ഇൻഡെക്സിൽ വെയിറ്റേജ് ഉള്ളതാണ്. അതെല്ലാവരും അണ്ടർ പെർഫോം ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ കൂടെയാണ് ഈ നിഫ്റ്റിയിലുള്ള അല്ലെങ്കിൽ സെൻസെക്സിലുള്ള റിലയൻസും ഞാൻ ഈ പറഞ്ഞ HDFC ബാങ്കും ഒക്കെ അണ്ടർ പെർഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഓൾ ദീസ് സെക്ടേഴ്സ് പെർഫോം. ഫോർ എക്സാമ്പിൾ നാസ്ഡാക്ക് പ്രീവിയസ് സൈഡേക്ക് അടുത്തെത്തി. നാസ്ഡാക്കിനെ ഡ്രൈവ് ചെയ്യുന്നത് ഗൂഗിളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള കുറച്ച് ഫ്രണ്ട് ലൈൻ സ്റ്റോക്സാണ് നാസ്ഡാക്കിനെ ഡ്രൈവ് ചെയ്യുന്നത്. നമുക്ക് ഇന്ത്യയിൽ അങ്ങനെയുള്ള സ്റ്റോക്സ് ഇല്ല. ഈവൻ ദെൻ ഈ സെൻസെക്സ്, TCS ഇതുപോലുള്ള ഒരുപാട് അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള ഷെയർസ് ഉണ്ട്. അതെല്ലാം നേരത്തെ ഹൈയിൽ എത്തിയാൽ തന്നെ ഈ സെൻസെക്സ് നല്ല രീതിയിൽ കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാത്ത ആൾക്കാർ, മടിച്ചിരിക്കുന്ന ആൾക്കാർ മാർക്കറ്റ് കറക്റ്റ് ചെയ്യുമായിരിക്കും. ഇല്ല, ചിലപ്പോൾ ഒരു 1000. വെൻ വി ആർ ലുക്കിംഗ് അറ്റ് എ ലോങ് ടേം വ്യൂ, just think that
സെൻസെക്സ് വാസ് ഓൺലി 3000 ഇൻ 2003. നമ്മൾ 20 വർഷം കഴിയുമ്പോഴത്തേക്ക് സെൻസെക്സ് 65,000 നിൽക്കുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് അബറേഷൻസും കറക്ഷൻസും എല്ലാം ഉണ്ടാവും. നമ്മളൊരു 3 to 5 ഇയേഴ്സ് ലോങ് ടേം ഇൻവെസ്റ്റർ എന്ന് പറയുന്ന ആൾ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഷെയർസ് നമുക്ക് എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കറക്ഷൻ വരുമ്പോഴത്തേക്ക് ഇഫ് വി ആർ നോട്ട് ഇൻവെസ്റ്റിംഗ് ഓൺ ബോറോഡ് മണി വി നീഡ് നോട്ട് വറി അബൌട്ട് ദാറ്റ്. ഞാൻ കുറച്ച് ചാർട്ടുണ്ട് അതുകൂടെ ഒന്ന് കാണിക്കാം. ഞാനിപ്പോൾ പറഞ്ഞ ഏപ്രിൽ 2020 മുതൽ നിഫ്റ്റിയുടെ റൈസാണ് ഈ ചാർട്ട്. 7,500 ആയിരുന്നു അന്നത്തെ ലോ. ഇത് ജസ്റ്റ് ആ കോവിഡ് ടൈം വന്നപ്പോഴത്തേക്ക് 12,500 ഷാർപ്പായിട്ട് വീണതാണ് കാണിക്കുന്നത്. അവിടെ നിന്നാണ് ഈ 7,500 മാർക്കറ്റ് ഒരു 21,000 ലെവലിലേക്ക് നമ്മൾ പോയത്. ദാറ്റ് ഇസ് ഇൻ 3 years and 9 months we have almost multiplied by 3 times. അപ്പോൾ ഇത്രയും ഷാർപ്പായിട്ട് കയറുമ്പോഴത്തേക്കാണ് ആൾക്കാർക്ക് ഡൗട്ട് ഇനി എപ്പോഴാണ് കറക്ഷൻ ഉണ്ടാകുന്ന, കറക്ഷൻ വന്നിട്ട് നമുക്ക് വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുന്നത്. അതിലൊന്നും ഒരു അർത്ഥമില്ല എന്നാണ് കാണിക്കുന്നത്. ഇത് മിഡ് ക്യാപ് ഇൻഡെക്സ് ആണ്. മിഡ് ക്യാപ് ഇൻഡെക്സ് എന്ന് പറയുന്നത് അന്ന് 10,600 ആയിരുന്നു. മിഡ് ക്യാപ് ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മുടെ റിലയൻസോ അതുപോലെയുള്ള ഫ്രണ്ട്ലൈൻ സ്റ്റോക്സ് അല്ല, ഒരു ഗ്രോത്ത് സ്റ്റോക്സ് ആണ് വരുന്നത്. ഈ ഗ്രോത്ത് സ്റ്റോക്സ് മിഡ് ക്യാപ്പിൽ ഇരിക്കുന്ന ഗ്രോത്ത് സ്റ്റോക്സ് ആണ് കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിട്ട് ഗ്രോ ചെയ്യുന്നത്. കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് അവരാണ് ലാർജ് ക്യാപ്പോട്ട് മാറി വരുന്നത്. അതുകൊണ്ട് മിഡ് ക്യാപ്പിന് എപ്പോഴും ഗ്രോത്ത് കൂടുതലായിരിക്കും. മിഡ് ക്യാപ് സ്റ്റോക്സ് മറ്റത് ഒരു 3 times ആയിട്ടില്ലെങ്കിലും മിഡ് ക്യാപ് സ്റ്റോക്സ് 10,600 ഇറ്റ് ഹാസ് ഗോൺ ടു 44,000. ഏകദേശം 4 ഇരട്ടി കൂടുതൽ, 4.5 ഇരട്ടിയോളം മിഡ് ക്യാപ് സ്റ്റോക്സ് കയറിയിട്ടുണ്ട്. ഇനി സ്മോൾ ക്യാപ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം 3,200 ആയിരുന്നു അന്നത്തെ ലോ, അവിടുന്ന് 14,400 ആയിട്ടുണ്ട്. അപ്പം സ്മോൾ ക്യാപ്സ് എന്ന് പറയുന്നത് മിഡ് ക്യാപ്സിനെ കാട്ടി ഇത് നിഫ്റ്റിയുടെ സ്മോൾ ക്യാപ് മിഡ് ക്യാപ് 100 വരുന്നതാണ്. 100 ഷെയർസ് ഉള്ള ഇതാണ്. അപ്പോൾ അതിനകത്തുള്ള നല്ല ഷെയർസ് ആണ്. അപ്പം ഇത് അതിനെക്കാട്ടി ഫിനോമിനലായിട്ട് കയറിയിട്ടുണ്ട്. ഞാനിപ്പോൾ കാണിച്ചത് തന്നെയാണ്. ഈ നിഫ്റ്റി 2.8 times കയറി, മിഡ് ക്യാപ്പ് 4.2 times കയറി, സ്മോൾ ക്യാപ്പ് അതിനെക്കാട്ടി കൂടുതൽ 4.5 times ഈ പീരീഡിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞങ്ങൾ നോക്കുമ്പോഴത്തേക്ക് അന്നത്തെ പി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പി 12 എന്നൊക്കെ പറയുന്നത് വളരെ റീസണബിൾ വാല്യുവേഷൻ ആണ്. ഈവൻ അർഷദ് മേത്തയുടെ ആ ക്രാഷിൽ പോലും 11 താഴെയൊന്നും നമ്മുടെ മാർക്കറ്റിന്റെ വാല്യുവേഷൻ താഴോട്ട് പോയിട്ടില്ല. അപ്പൊ പി വാസ് അന്ന് ഇതിന്റെയൊക്കെ പി 12 ആയിരുന്നു. സ്മോൾ ക്യാപ്പിന്റെ പി 8 ആയി. കാര്യം ആൾക്കാർ വിൽക്കുമ്പോഴത്തേക്ക് സ്മോൾ ക്യാപ്സിന് ലിക്വിഡിറ്റി ഇല്ല. അപ്പൊ കണ്ട വിലക്ക് മേടിച്ച് വിൽക്കുമ്പോഴത്തേക്ക് പ്രൈസസ് എല്ലാം ഭയങ്കരമായിട്ട് താഴെ പോയതുകൊണ്ടാണ് നമ്മളത് 8 ലെവലിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ മാർക്കറ്റ് ഇത്രയും 4 ഇരട്ടി 5 ഇരട്ടി കയറിയിട്ടും ഈ ഫോർവേഡ് പി ആണ് കേട്ടോ, 1 year ഫോർവേഡ് പി ആണ് കാണിക്കുന്നത്. നിഫ്റ്റിയുടെ പി ഇപ്പോഴും 19 ഉള്ളൂ. ഇറ്റ്സ് വെരി റീസണബിളി വാല്യൂഡ് പ്രൈസ് ഏർണിംഗ്സ് റേഷ്യോ. മിഡ് ക്യാപ്പിന്റെ നാച്ചുറലി കുറച്ച് എക്സുബറൻസ് ഉള്ളതുകൊണ്ട് അതൊരു 26 വന്നിട്ടുണ്ട്. നമ്മൾ ഈ സ്മോൾ ക്യാപ്പ് എന്ന് പറയുന്നത് അത് 21 നിൽക്കുന്നത്. നമ്മൾ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് ഈ നിഫ്റ്റിയുടെ പി ആണ്. നിഫ്റ്റിയുടെ പി ഇപ്പോഴും 19 1 year ഫോർവേഡ് വളരെ റീസണബിൾ ആണ്. ദാറ്റ് മീൻസ് ഒരുപാട് മാർക്കറ്റ് ഇനിയും മുമ്പോട്ട് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ഓക്കെ നെക്സ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ഏർണിങ്സ് ആണ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ഇത് 2002 മുതലുള്ള ഏർണിങ്സ് ഉണ്ട്. ഈ 2004 മുതൽ 2008 വരെ ഞാനിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. ഇന്നലെ നോക്കിയപ്പോഴത്തേക്ക് ഈ 169 to 184, 180 to 236 ഇതെല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം അറൌണ്ട് 25% മുകളിലുള്ള ഗ്രോത്ത് ഉണ്ട്. നമ്മുടെ കമ്പനികളുടെ കമ്പൈൻഡ് ഏർണിങ്സ് 2003 to 2008 24-25% ഏർണിങ്സ് ഉണ്ട്. അതിനുശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് 2008 മാർക്കറ്റ് പൊട്ടിയ സമയത്ത് 281 നമ്മൾ ഏർണിങ്സ് ചെറുതായിട്ട് 251 വന്നു. ഏർണിങ്സ് കുറച്ച് നെഗറ്റീവ് ആയിട്ടുണ്ട്, ബട്ട് ഇറ്റ് നെവർ വെൻ ടു നമ്മൾ ഈ GDP നെഗറ്റീവ് റേറ്റിലേക്ക് പോയില്ല. അതിനുശേഷം മിക്കവാറും ഒരു 6%, 7% ഗ്രോത്ത് ഇവിടെ എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളൂ. നമുക്ക് 2020 ഏർണിങ്സ് കമ്പൈൻഡ് ഏർണിങ്സ് 478 ആയത് 2021 ആയപ്പോഴത്തേക്ക് 542 ആയി. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 21% ഗ്രോത്ത്. അത് പിന്നെ ഈ കഴിഞ്ഞ വർഷം ആയപ്പോഴത്തേക്ക് ഒരു 10% ആയി. 2022 ആണ് ഞാൻ പറഞ്ഞത് ഈ 728 ആയി നല്ല ഏർണിങ്സ് വന്നു.
പിന്നെ 23-ൽ 807, ഒരു 11% വന്നുള്ളൂ. അടുത്ത വർഷത്തെ ഏർണിങ്സ് എക്സ്പെക്ടേഷൻസ് ആണ് ഇത് രണ്ടും കാണിക്കുന്നത്. ഇപ്പോൾ ഇത് ഒരു 20% ഗ്രോത്ത് അല്ലെങ്കിൽ 21% ഗ്രോത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം 987-ഉം അതിന്റെ അടുത്ത വർഷം അതിനെക്കാട്ടി ഇത് ഒരു പ്രൊജക്ഷനാണ് കാണിക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കമ്പനീസ് നല്ല പ്രോഫിറ്റബിൾ ആയിട്ട് വരുന്നതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതിനൊക്കെ വീണ്ടും ഏർണിങ്സ് 24-25 ലെവൽസിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി നിഫ്റ്റി ഇത്ര കയറിയിട്ട് എല്ലാവരും ചോദിക്കുന്നത് നിഫ്റ്റി കറക്റ്റ് ചെയ്യുമോ, സപ്പോർട്ട് എവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പൊ നിഫ്റ്റി നിൽക്കുന്നത് 21,000-ലാണ്. ഇവിടെ 20,200 കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഗ്യാപ്പ് ഉണ്ടെന്ന് വെച്ചാൽ ആ പീരീഡിൽ ട്രേഡിംഗ് നടന്നില്ല. ഓപ്പണിംഗിൽ തന്നെ 150 പോയിന്റ് കയറിയാണ് ഓപ്പൺ ചെയ്തത്. ഇത് ഈ മൺഡേ ഉണ്ടായതാണ്. കാര്യം ആ സൺഡേ ആണ് റിസൾട്ട്സ് നമ്മൾ വന്നു. അതിനുശേഷം ഉണ്ടായിരുന്ന ഒരു ഗ്യാപ്പിൽ കയറിയിട്ടാണ് 21,000 നിൽക്കുന്നത്. നോർമലി ഈ ഇതുപോലെ ഒരു ബ്രേക്ക് അവേ ഗ്യാപ്പെല്ലാം ഉണ്ടാക്കുമ്പോഴത്തേക്ക് സാധാരണ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് മാർക്കറ്റ് തിരിച്ചു വന്ന് കണ്ടിട്ടുണ്ട്. എപ്പോഴും അങ്ങനെ വരണമെന്നില്ല. അങ്ങനെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഇതിന്റെ പ്രീവിയസ് ഹൈ ആണ് 20,200. നേരത്തെ വന്നതാണ്. എനിക്ക് തോന്നുന്നത് 2021 വന്നതെന്ന് തോന്നുന്നു. 20,000 അതാണ് ആ ഹൈ ആണ് ഇപ്പൊ കട്ട് ചെയ്ത് പോയത്. അപ്പൊ ഇവിടുത്തെ ഫസ്റ്റ് സപ്പോർട്ടാണ് 20,200. ആ സപ്പോർട്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് വരും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 18,850 എന്നാണ് ഈ മാർക്കറ്റ് കയറിയിരിക്കുന്നത്. ഈ 18,850 എന്ന് പറയുന്നത് പ്രീവിയസ് ഒരു ടോപ്പാണ്. അപ്പൊ ഈ ലെവൽ വന്നപ്പോഴത്തേക്ക് ഞാൻ അന്ന് പറഞ്ഞിരുന്നു 18,850 നല്ല സപ്പോർട്ടുണ്ട്, മിക്കവാറും മാർക്കറ്റ് ഇവിടുന്ന് കയറുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ മീറ്റിംഗ് ഒന്നും ഇല്ലാത്ത കാരണം നമുക്ക് ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അധികം പറ്റിയിട്ടില്ല. അപ്പൊ 18,850 എന്നാണ് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു 1.5 മാസം കൊണ്ട് 21,000 ആയിരിക്കുന്നത്. ഇനി ഒരിക്കലും വരില്ല. സാറ് പറഞ്ഞത് കറക്റ്റാണ്. അപ്പൊ ഇവിടെ നിന്ന് 21,000 തിരിച്ച് ഈ ലെവലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ഇതുപോലെ എന്തെങ്കിലും ഒക്കെ ഇൻസിഡന്റോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈവൻ നമ്മുടെ ഗവൺമെന്റ് മാറി ഇനി വേറെ ഗവൺമെന്റ് മാറിയാൽ പോലും ഇത്രയും ഒരു ഫോളോ വരാനുള്ള ചാൻസസ് ഇല്ല. കാര്യം ആർക്കും ഇപ്പോൾ ഉള്ള എക്കണോമിക് പോളിസിയിൽ ഒരു കണ്ടിന്യൂവിറ്റി ആർക്കും റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റില്ല. ശരിക്കും നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ UPയുടെ കാലത്ത് തന്നെയാണ് മാർക്കറ്റ് നന്നായിട്ട് കയറിയത്. പക്ഷെ ഇപ്പൊ സ്ട്രോങ് ആയിട്ട് ഒരുപാട് പോളിസി ചേഞ്ചസ് വളരെ പോസിറ്റീവായിട്ട് ഇന്ത്യയുടെ ഇമേജ് വളരെ പോസിറ്റീവായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ 2014 ഇപ്പൊ ഈ സമയത്ത് നോക്കുകയാണെങ്കിൽ വി ആർ ദ 5th ലാർജസ്റ്റ് എക്കോണമി ഇൻ ദ വേൾഡ്. നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് വിത്തിൻ 4-5 years വിൽ ബി ദ 3rd ലാർജസ്റ്റ്. ഈ 3rd ലാർജസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർ ചോദിക്കുന്നത് അപ്പൊ നമ്മൾ എന്നാ സെക്കൻഡും എന്നാ ഫസ്റ്റും ആവുന്നത്? സെക്കൻഡും ഫസ്റ്റും നമുക്ക് ആവാൻ പറ്റില്ല. കാര്യം നമ്മുടെ ഇപ്പോഴത്തെ GDP ഒരു ലെവലിലാണ്. ആ ലെവലിൽ നിന്ന് നമുക്ക് കുറച്ച് കയറി കഴിഞ്ഞാൽ നമുക്ക് 3rd ആവാൻ പറ്റും. സെക്കൻഡ് ഫസ്റ്റും ആവണമെന്നുണ്ടെങ്കിൽ നമ്മളത്തെ ഇപ്പോഴത്തെ അവരൊക്കെ വളരെ ഉയരത്തിലാണ് നിൽക്കുന്നത്, US-ഉം ചൈനയിലും. അവരെ GDP ഇപ്പൊ നമ്മൾ പറയുന്നത് 2000 ഈ ഗ്രോത്ത് വരികയാണെങ്കിൽ 2040-ലോ 50-ലോ ഒക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം അവർ അത്ര മുകളിലാണ്. പക്ഷെ നമ്മൾ 3rd പൊസിഷനിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് വരും. ആ പൊസിഷനിൽ നമ്മൾ ഒത്തിരി കാലം നിൽക്കാനും നല്ല ചാൻസസ് ഉണ്ട്. അല്ല, അദാനി ഗ്രൂപ്പിനൊന്നും സെൻസെക്സിലും ദാറ്റ് ഇസ് ട്രൂ. ശരിക്കും പറഞ്ഞാൽ അദാനി ഗ്രൂപ്പ്സിന്റെ സ്റ്റോക്സിന് സെൻസെക്സിലൊന്നും വലിയ വെയിറ്റേജ് ഇല്ല. കാർത്തിക്, ഹൗ മച്ച് വെയിറ്റേജ് ഇട്ടുണ്ട്? രണ്ട് കമ്പനി ഉണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതിനൊക്കെ കമ്പൈൻഡ് ആയിട്ട് HDFC ബാങ്കിനും റിലയൻസിലൂടെ 25% വെയിറ്റേജ് ഉള്ളതുപോലെ അദാനി സ്റ്റോക്സ് മേ ബി ഹാവിംഗ് 2% അത്ര വെയിറ്റേജ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കിയാലേ കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു അഫക്ട് ദി ലോങ് ടേം ദിസ് ഇൻ ദ മാർക്കറ്റ്. പിന്നെ അദാനി സ്റ്റോക്സ് കയറിയ സമയത്ത് ആൾക്കാർ പൈസ ഉണ്ടാക്കി, ഇറങ്ങിയപ്പോഴത്തേക്ക് പൈസ പോയി. ഇപ്പം വീണ്ടും കയറുകയാണ്. ഇപ്പൊ ഇനി മോഡി ഗവൺമെന്റ് വരും എന്നുള്ളത് കൊണ്ട് ആണ് വീണ്ടും കയറുന്നത്. പക്ഷേ വൺ തിങ് ഈസ് ഐ എം ഷുവർ, വാട്ട് ഇസ് ദ നെയിം, ഹൈഡൽബർഗ് ദേ ഗേവ് ഔട്ട് എ റിപ്പോർട്ട്. അതിന്റെ പേരിലാണ് ഉള്ളത്. അവർ ഷോർട്ട് സെല് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മുടെ സുപ്രീം കോർട്ട് ദേ ടുക്ക് എ വെരി ജസ്റ്റ് ഡിസിഷൻ ദാറ്റ് we need not rely on something that some short selling company in US have told about.
അദാനി ഗ്രൂപ്പ് അതിനൊരു വാലിഡിറ്റി ഇല്ല എന്ന് പറഞ്ഞു. അതിന്റെ പേരിലാണ് ഇത് തിരിച്ചു കയറിക്കുന്നത്. അപ്പൊ അദാനി ഗ്രൂപ്പിൽ ഞാൻ ടച്ച് ചെയ്യണ്ടെന്ന് പറയില്ല. ഞാൻ അദാനി ഗ്രൂപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കയറുമ്പോഴത്തേക്ക് പൈസ കിട്ടുന്നതാണ്. നമ്മൾ എവിടെയെങ്കിലും പൈസ ഉണ്ടാക്കുന്ന സ്ഥലത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിന് കുഴപ്പമില്ല. അദാനി ഗ്രൂപ്പ് ഷെയർസ് ഒക്കെ ഓവർ വാല്യൂഡ് ആണ്, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഗ്രൂപ്പ് ഈസ് ടോട്ടലി ഫ്രോഡും അത് ടച്ച് ചെയ്യാൻ പാടില്ല, നാളെ ഇതെല്ലാം സീറോ ആയി പോവും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് അവരുടെ അദാനി പവർ എന്നുള്ള കമ്പനിയും അദാനി പോർട്ട് എന്നുള്ള കമ്പനിയും ദേ ആർ ഡൂയിങ് എക്സ്ട്രീംലി വെൽ. അദാനി പവറൊക്കെ ഇപ്പോൾ ഓൾ ടൈം ഹൈ ആയി കഴിഞ്ഞു. ഇപ്പോൾ മാർക്കറ്റ് ബാക്കിയുള്ള അദാനി സ്റ്റോക്സ് ഒക്കെ ഇപ്പോഴും താഴെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അദാനി ഓൾ ടൈം ഹൈ ആയി കഴിഞ്ഞു. ഓക്കെ, പിന്നെ ഇത് ഫിബൊനാച്ചി റിട്രേസ്മെന്റ് എന്നുള്ള ഇതാണ്. ഇത് നമ്മൾ 21% ഈ റൂള് പറയുന്ന ഞാൻ കാർത്തിക്കിന്റെ വലിയ പ്രസന്റേഷൻ ആണ്. ഐ തിങ്ക് ഐ ടുക്ക് എ ലോട്ട് ഓഫ് ടൈം. അപ്പൊ അവിടെയും കാണിക്കുന്നത് ഈ 21.6% റിട്രേസ്മെന്റ് എന്ന് പറയുന്നത് 20,500 ഒരു സപ്പോർട്ട് ഉണ്ട്. ഈ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 38.2 റിട്രേസ്മെന്റ് എന്ന് പറയുന്നത് വീണ്ടും അത് 20,200 ലെവലാണ് വരുന്നത്. അപ്പൊ 2-3 ചാർട്ടുകൾ നോക്കുമ്പോഴത്തേക്ക് 20,200 ഒരു വാലിഡ് സപ്പോർട്ടുള്ളതായിട്ട് തോന്നുന്നു. ഇതൊരു ചാർട്ടോട് എനിക്ക് കാണാനായിട്ട് താല്പര്യമുണ്ട്. ഞാനിത് ഇന്നലെ ചാർട്ട് ഡ്രോ ചെയ്യാനായിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഞാനൊരു 5 വർഷത്തെ ചാർട്ട് കണ്ടസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫിനോമിനാണ്. ഇതൊരു 6-7 വർഷം മുമ്പുള്ള ചാർട്ടാണ്. ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് എപ്പോഴും മേളിലോട്ട് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ പാരൽ ലൈനകത്താണ് മാർക്കറ്റ് കയറി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്തൊക്കെ അബറേഷൻസ് വന്നു കഴിഞ്ഞാലും മാർക്കറ്റ് കയറുകയാണ്. വി ക്യാൻ സി നമ്മൾ ഈ സെൻസെക്സ് എന്ന് പറഞ്ഞാൽ 1979 100 എടുത്ത സാധനമാണ് ഇന്ന് 67 നിൽക്കുന്നത്. മാർക്കറ്റിൽ അബറേഷൻസ് ഉണ്ടാവും. ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കോവിഡ് ടൈമിൽ മാർക്കറ്റ് ഈ ചാനലിൽ നിന്ന് ഭയങ്കരമായിട്ട് താഴെ വീണു. ഓക്കെ, ബട്ട് വിത്തിൻ എ മാറ്റർ ഓഫ് മന്ത്സ് അത് തിരിച്ചങ്ങ് കയറുമ്പോഴത്തേക്ക് ഈ വീണേന്റെ മൊമെന്റത്തില് ഈ ലോങ് ടൈം ചാർട്ടിന്റെ മേളോട്ടങ്ങ് പോയി. അതിനുശേഷം ഒന്ന് സ്റ്റഡി ആയപ്പോഴത്തേക്ക് വീണ്ടും ഈ ചാനലിനകത്ത് വന്നു. അപ്പൊ ലോങ് ടേം ആയിട്ട് മാർക്കറ്റ് കയറുകയാണ്. അപ്പൊ ഇതുപോലുള്ള വലിയ അബറേഷൻസ് നെഗറ്റീവ് ന്യൂസ് കൊണ്ട് വരികയാണെങ്കിൽ ഇറ്റ് ഇസ് ഓൾവേസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ബൈ ഫോർ എ ലോങ് ടേം ഇൻവെസ്റ്റർ. അത് ക്ലിയർ ആയിട്ട് കാണിക്കുന്ന ഒരു ചാർട്ടാണ്. പിന്നെ ഇപ്പം ഈ ചാനലിന്റെ മുകളിൽ ശാലം പോയിരിക്കുകയാണ്, ഇത് ക്രോസ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് ഓവർ വാല്യുവേഷനിൽ എക്സുപറൻസ് ഉണ്ട്, ഒരു കറക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. കറക്ഷൻ വരുമ്പോഴത്തേക്ക് ആരും പേടിക്കണ്ട. ഇത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് താഴെ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നും വലുതായിട്ടൊന്നും വരാനുള്ള ചാൻസസ് ഇല്ല. ഒരു നെഗറ്റീവ് ന്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. താങ്ക് യു. Good morning. So last time when we conducted the second Saturday meeting was on February 2020. So in last 3.5 years, many structural changes has happened in our market. So I have segregated my presentation into 2 parts. One is the first one we are going to see is the mega trend, which is clearly visible in our economy. For many years and some decades also in coming time. First we are going to see that. Then as usual we will see the current market scenario, where how market is positioned now, what is the near term outlook. These things we will see. So COVID is a big turning point for our Indian capital market. Previously, if you take the history, in 1991-92, during Harshad Mehta time, many retail investors entered the stock market at that time. If you see in the last 35 years of Indian history, during Harshad Mehta time, many retail investors throughout India, both urban as well as rural, many investors who do not know about stock market, they all entered into the market. At that time, the boom was such like that even in local newspaper, everyone started printing about the stock market news. The neighbors was making so much money. So with that, many people entered into the market. After that, only during COVID only, we are seeing mass public re-entering the market directly as well as indirectly. Directly, they have registered and doing trading as well as investing. Indirectly through mutual fund, through SIP as well as through lump sum. So COVID is a big turning point, and many data points shows that, and it is not going to end now, because many of my relatives, friends, my college mates who do not know about stock market, even
Last week also one of my friend asked me which SIP I can put in. He don't know what is mean by stock market, but he wants to invest in stock market for 5 years, 10 years through SIP, and I suggested some mutual fund names to him. So like that, many people are very eager to enter the market for long-term investment for 5 years, 10 years, 20 years, just like how we will invest in insurance policy. So the SIP is a mega trend and it is going to continue. And because of many retail investors entering into our capital market, previously we were overly dependent on foreign institutions. Whenever foreign institutions buy, market will go up very sharply. Similarly, whenever they sell, market will come down sharply. So that volatility has come down. Even during FY22 and FY23, where foreign institutions were net sellers, our market did not fell much. The volatility which we saw in 2012, 13, 2009, that was missing during the FIA selling of FY22 and FY23. This is because of the balancing act by domestic retail investors. Domestic retail investors previously during 90s, 2000 and all, they used to panic when market falls. But right now the sentiment has changed completely, that when market is falling, they are ready to put in more money. So that is the confidence they have got in, and it is a big change that we have seen since COVID, and it's very healthy for the market also. Yeah, it's a sign of confidence. So we are now no longer heavily dependent on foreign institutions. Though foreign institutions invest, it will be a welcome sign. But if they sell, we are not going to see the big fall in our market. And some of the data point to highlight, this is the number of demat accounts between March 20 when the COVID started and September 23. So almost from 4 crore, it has gone to 13 crore demat accounts got open during this period. Similarly, unique mutual fund investors we see 2 to 4 crores, and active accounts 3 times it has gone up. NSE active accounts. This is the direct investment. This is the indirect investment through mutual fund. Cash market segments from 50 lakhs to 1.1 crore. F&O from 10 lakhs to 40 lakh investors are active in between these 2 periods from March 22 to September 2023. And this is the SIP flow, and if you see that it has been continuously going up from 3,000 crores per month in May 2016, it was steadily going up. It came to 8,000. Some plateau was there during 2019. Now, if you see that from the COVID, November, May, August, November, it was around 8, then it was steadily going up. August, it was 16,000 crores, but yesterday, as for November, it has crossed 70,000 crores per month. My personal expectation is that it will gradually on uptrend only, and in next 1 or 2 years, most probably it will touch 25,000 crores per month. 25,000 crores means almost $3 billion per month of SIP flow will come, and per year it will come to around 30 to 40 billion SIP flow, which means that FIA, whatever they sell, the domestic mutual fund has the capacity to absorb it. And because of heavy investment in mutual fund, you see the percentage ownership by the mutual fund. DMF is the direct mutual fund ownership on the listed companies on the NSE. It was around 3% in 2013, between 3 and 4. From there, now it has gone above 8%, and gradually it will go up. Suppose if FIIs are not going to invest, means naturally the mutual fund holdings in the NSE listed companies, gradually it will go up, because when clients give money, naturally mutual fund job is to invest in the market. They cannot hold cash forever. They can time it for some reason, but most of the mutual fund they never hold cash for long period. If investors are giving money, means naturally they have to invest in the market, and their shareholding in the NSE listed company will go up gradually. Now it is around 8 to 9%, which was around between 3 to 4 in 2013. And whose ownership is coming? It is the foreign institution ownership is coming. It was around 20% in
during COVID time, March 2020. Now it has come to near to 16.5. Almost 3.5% the FII holding has come down in the last between COVID and currently. So domestic institutions are increasing their stake, domestic mutual fund, whereas NSE in NSE foreign institutional holding has come down very sharply. It is almost to a decade low. It is equal to during December 2012. Almost the FII holdings has come what it was 10 years back. Now most of them what they are expecting is that once the May elections are over, FIIs are going to come back in a very big way. That is what we are expecting it. And even if you see in the last 10-15 days, they have started buying. Most of the buying was due to short covering. Previously they were holding huge short position. That has been covered now. But big fresh investment will be coming once the May election gets over. If they get some clarity on the new government, then there is a possibility of heavy buying by foreign institutions. They generally focus on foreign institutions. They generally focus on large cap stocks like banks, HDFC Bank, ICICI Bank, Infosys, TCS. They generally buy large cap stocks. Index stocks only they tend to focus. Majority of the money comes only in that because they need some liquidity in that. Maybe a small portion may come to mid and small cap, but generally they invest only in large caps. This is the foreign portfolio investors flow. If you see that FY22 and FY23 they were net sellers because of buying by domestic retail investors as well as domestic mutual funds. Even during this period our market was sideways, did not fell much. Whereas if you see previously during FY12, 13 and all, whenever foreign institution sells, we used to see sharp fall in our market. That did not happen during FY22 and FY23 in spite of heavy selling by foreign institutions. So that volatility has come down in our market. The other mega trend which where everyone is focusing on betting on India is the increase in consumption. Because we have a very large population, highest in the world, more than 141 crore population is that, and most of them are don't have high per capita income. If there is no per capita income means people cannot spend it. But that is going to change gradually in coming years and coming decades. And once the per capita income starts going up means naturally they will spend money. Two ways they will do it. Once income goes up means they will spend whatever they are earning, that is one. They will leverage with the earnings they are having and they will take loan, that also they will spend. And many studies have done in this, and if you see that between 2015 and 16, most of our, almost 50% of our population's income is on the lower middle class. The lower income, they are called aspirants, which is under lower income. Almost 73 crores of the family has income between 1.25 to 1.5 lakhs. And that is going to change. They are going to become middle class in the next decade. By 2030-31, 73 crore of aspirants, that is going to reduce to 56 crore. Whereas the middle class, which is now 34 crore, that is going to double in next 10 years. That they are going to become 71 crore. Which means that higher disposable income they will get. Higher disposable income means they will spend more money. That is why if you see that most of the company which belongs to the consumption sector, they are all trading at very high valuations. If you take a company like Relaxo Footwear, the valuations will be 70-80 PE. Whereas if you take the world-class company in the footwear like Adidas, Nike, they are trading at 15 PE. Because what market is expecting is that next 10 years, 20 years, Relaxo Footwear earnings will go up very sharply because the disposable income of the middle class is going to increase multiple times in the next 10 years. So that is the reason why many consumption-based companies are trading at very high valuation in India. Maybe market may be correct or wrong, only time will tell. But many studies have shown that the middle class population is going to increase overly from the current 43 crore what is we are having. That is going in the next 10 years, it is going to become 71.
and after 10 years it is going to become 100 crore. Only middle class used to spend lot of money. The higher class, even though it is increasing, they spend only on niche areas, whereas the middle class used to spend a lot of money for travel, for personal consumption, for buying automobiles like that. So this is one mega trend where everyone is betting on India, and even many foreign institutions, many PE players, particularly private equity players, they all bet on these types of companies only, where because of increase in disposable income, where they will be spending it, and which company, which industry that is going to benefit from that. They all investing by paying very high valuations. Yeah. The next mega trend, which is what market is expecting, is that Indian manufacturing sector, which was lull in the last 12-13 years, is going to revive very sharply. That is what market is betting. If you see the stock price of many capital goods companies, you can see that they have multiplied many times in the last 1 year. Why it has gone up? The main expectation is that India's manufacturing sector is going to revive. Right now, if you see, China is the manufacturing hub of the world. If you see the China their export share, it was 3.9 in year 2000. It went up to 13% in 16. In almost 15 years, their share went up more than 3 times, from 3.9% to 13.7% in global goods exports market. Then some plateau was there. Then in 2020 it was 15. Then post-COVID it fell slightly to 14.4%. Is China's share in global markets? Everyone is expecting that it is going to come down, because what the feeling is that because of geopolitical tension as well as China's internal some issues are there. Because of that, China's share is going to come down gradually. So when it comes down, means someone has to fill up that gap and someone has to grab it. So many countries are there. Vietnam is there, Bangladesh is there, and India is there. So everyone is trying to grab that market share, and India is also one country. They want to grab that market share. The current government is doing lot of steps. They have taken lot of steps, announced lot of policy decision to grab that market share, and these are long-term changes, and it will come to know only after 5 years, 6 years, like that. And if you see the China's share exports, agriculture, in last 20 years, agriculture, iron and steel, chemicals, all has multiplied multiple times. Machinery and transport, textiles, all has multiplied, all has gone up multiple times in the last 20 years, China's share in exports. Now, it has almost plateaued, started coming down, and other countries are competing for it. And even if you see that mobile companies, Apple and all, they are very willing to put plant in India, and they want to set up a manufacturing base in India. We can start seeing that, and once the May election is over, we can see huge rush of foreign companies, multinational companies, to put plant in our country. And the government also made some changes in their policies, so that manufacturing will be revived. China population it is expected it will come down now. It has almost peaked at 140 crores population. Now they are expecting that in the 3 years the population will fall by 50%. So once the population starts falling, means then naturally the country's economy will peak out, and that also will start coming down. We have seen in countries like Japan and all, where the old age persons are too high, and their economies have also plateaued. In 1986 onwards, the Japanese economy plateaued and it started coming down. One of the main reason was that the population started shrinking and the existing population became old. The same thing they are expecting for China also, and China population is going to come down on one hand, and second hand, their market share in global trade also will start coming down. So these are mega trends. It's not going to happen in 1 month or 2 months. It is going to happen for multiple years and multiple decades to come. But one thing is sure, the China share in global exports market is going to shrink, and it's up to India to grab it. We have to make necessary arrangements, and government has to make
facilitate for companies to grab that market share. So that is the main thing. Can India says China plus one opportunity. If you attend any mutual fund meeting or any big institution meeting, this China plus one is a favorite word for them. And recently also many many mutual fund houses has launched manufacturing funds, and all depend on based on this. So if you compare it with China, surprisingly Indian labor cost is far lower than China, whereas our productivity is far lesser. We have to increase the productivity. For increasing productivity, government is taking steps. First of all, infrastructure has to be improved. The number of port we are having, that also has to be improved. It is trying to address, and it will take 5 years, 10 years for the government to do it. And once it happens, productivity increases, meaning India can grab it. This is the monthly minimum wage. If we, when compared to China, our wages are far lesser. If we see monthly minimum wage, it is near to $300 monthly salary you have to give in China, whereas in India it is $75 only. So it is far lesser. Indian wage is far lesser in China. The only issue is that our productivity is less. In China, people work for long hours, and they produce more product than an Indian, and their turnout time is very quick. For example, if you order, they have huge capacities. Suppose an European client orders a chemical in China, means they will receive within 10 days or 15 days. If same is ordered in India, it will take many weeks, because our internal transport, it will take long time. Port turnout time is very high, whereas in China it is much quicker. That is why many foreign customers, they prefer Chinese product, because their price is lower, as well as their turnout time is much quicker, whereas in India it is higher. And India has to build a lot of ports. We have to build multiple highways, so that the turnout time will get lower, and clients will get their product much and if you see that government is trying to address it, the infrastructure spending in the last 6 years, if we see that almost 7 trillion. Since our independence, we have spent 14 trillion on infrastructure, and in the last 6 years, almost 7 trillion, 50% of money what was spent in the last 75 years was spent in the last 7 years. So government is heavily spending on infrastructure. If you travel throughout India, you will come to know. Maybe Kerala, you may not see much infrastructure development, but if you go to northern states, even in Tamil Nadu, if you travel by car, you can see that there is a huge change has happened in infrastructure. Even if you go to cities like Hyderabad, Andhra state, and all, you can see that many changes has happened on national highways. And even in the current budget, government spending, if you see where they are mainly focusing, road and highways. Last year in the first half, they have spent 1,21 crores, whereas in the current year, they have spent 1,56 crores, almost 28% higher. Similarly, if you see, last year they have spent 88,000 crore, and current year it is 1,42,000 crore, almost 61% jump in railway expenditure. That is why if you see that lot of railway stocks are doing very well, and the railway related companies, they are all doing well, because government is heavily spending on railways. Defense flat, telecommunication 10% growth is there, and the urban and housing and urban is a small base when compared to road transport and highways. So overall, if you see that government is very much focused on spending money on road transport and railways. Corporate tax, previously we had a 30% corporate tax, and many MNC companies were hesitant because our corporate tax were higher. And in 2019, this government has reduced the corporate tax to 22, and also gave a small concession for new manufacturing plant to 15% for limited period of time. So our tax rate of 22% is almost in line with Vietnam, where our main competitor is there for exports.
Thailand is 20. So almost in line with that. Previously we was around 30%, which was very high. That is what many felt, and government in a stretch cut to 22%. So our corporate tax is almost in line with majority of the Asian countries. And fundamentally also, if you see on macroeconomy, you can see that India is well placed. Our debt to GDP ratio is much better what we have seen in 2008. If you see this slide for just 1 minute, you will understand it. 2008, when the global financial crisis happened, it's a big turning point for many European countries, as well as US, as well as many other countries. And if you see that the government debt has gone up very sharply for many countries, Australia, Brazil, China, almost very sharply the government debt to GDP has gone up. Whereas in India, it has gone up by just 11%. Italy 58%, Japan almost 82% jump in government debt between 2008 and 2022, and Spain 114%, UK 79%, US 61%. Whereas India just 11%, our debt to GDP has gone up. Even though in absolute term it is very high, but in terms of GDP, it hasn't gone up much. The main reason is our GDP also went up in line with that. Whereas these countries, the only debt has gone up, GDP did not went up. That debt to GDP is very high for most of the countries. India is relatively less debtor now when compared to 2008. When compared to other countries, Indian as a government balance sheet, it is not much worse than most of the countries. So when interest rate went up, all these countries are now suffering because government has to pay interest to them because the debt to GDP ratio has gone up, and whereas India is managing it because our debt to GDP is almost same what we have seen in 2008. Similarly, household debt has come down, corporate debt has come down. So overall, combined together, household, corporate and government, in 2008 and 2023, we are lower than that. So overall, the balance sheet is very strong for India as a whole.